കർത്താവേ മിശിഹായുടെ പീഠാസനത്തിൻ്റെ ഈ നാളുകൾ അനുഗ്രഹമായി ഭവിക്കട്ടെ. ഈശോ മിശിഹായുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയുടെ നിമിഷങ്ങൾ ആരംഭിക്കുന്ന സമയം ഗത്സമൻ തോട്ടത്തിലുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ 36-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: അനന്തരം യേശു അവരോടൊത്ത് ഗത്സമനി എന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാർക്ക് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ആയിരിക്കുക. സത്യത്തിൽ തന്നോടൊപ്പമുള്ള അരുമ ശിഷ്യന്മാർ തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഗുരുവ. എന്നാൽ സംഭവിച്ചത് നേർവിപരീതമായി. തൻ്റെ സങ്കീർണമായ ജീവിതാവസ്ഥ നേരിൽ കണ്ട് ജീവിച്ച സ്ലീഹന്മാർ തനിക്ക് ഇപ്രകാരമുള്ളൊരു വലിയൊരു മാനസിക സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് തന്നോട് കൂടെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ട് കർത്താവ് യേശു മിശിഹാ സ്ലീഹന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുമെന്ന് കരുതുന്ന ഈശോയുടെ മനസ്സിൻ്റെ വേദനയുടെ നിമിഷങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. അതാണ് ഗത്സമൻ തോട്ടത്തിലെ അനുഭവം. രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവായ യേശു മിശിഹ. എന്താണ് കാരണം? ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന അവസരം. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പോലും തന്നോട് കൂടെയില്ല. എല്ലാ മേഖലകളും നോക്കുമ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു, പൂർണ്ണമായും അകറ്റപ്പെടുന്നു. താൻ ചെയ്തതെല്ലാം വിപരീതമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. പിതാവായ ദൈവം തന്നെ ഫലമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ ശ്രമിച്ചതാണ് ഈ പീഠാസനത്തിൻ്റെ ആക്കം കൂട്ടിയത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് ഇതാണ്: നീ എന്ന് നന്മകൾ ചെയ്താലും, എപ്രകാരം നീ ജീവിക്കാൻ നീ ഒരുമ്പെട്ടിറങ്ങുമ്പോഴും, നിന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് നീ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ, നിനക്ക് പ്രതികൂല സാഹചര്യങ്ങൾ ഒരുക്കുന്ന മുള്ളുമൊരട് പാത നീ മറക്കരുത്. എല്ലാവരും നിന്റെ കൂടെ ഉണ്ടെന്ന് നീ പ്രതീക്ഷിച്ചായിരിക്കും നീ ഇറങ്ങുന്നത്. അവരാരും നിന്റെ കൂടെ കാണില്ല. അവരുടെ ആരുടെയും സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടാകില്ല. അവരുടെ ആരുടെയും ഉപദേശമോ നിർദ്ദേശങ്ങളോ നിന്നെ തുണയ്ക്കില്ല. അവിടെ നിനക്കേക ആശ്രയം നിന്റെ ദൈവം മാത്രം. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് മാത്രമാണ് ഈ ഗത്സമൻ തോട്ടത്തിലെ അനുഭവം ഇന്ന് നിന്നെ പഠിപ്പിക്കുന്നത്. നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ മറ്റാരും നിന്റെ കൂടെ ഇല്ലെങ്കിലും ദൈവം നിന്നെ പരിപാലിക്കുമെന്ന്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവനെ ദൈവത്തിൻ്റെ കൃപ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. അതാണ് ഗത്സമൻ അനുഭവം നമുക്ക് തരുന്നത്. നീ ഒറ്റപ്പെട്ടു എന്ന് കരുതുന്നിടത്തല്ല, ദൈവം നിന്റെ കൂടെയുണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ, ദൈവത്തിൻ്റെ പൂർണ്ണമായും നിന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും, നിന്റെ മാനസിക സംഘർഷങ്ങളിലും, അസ്വസ്ഥതകളിലും, തകർച്ചകളിലും, നീ ഒറ്റപ്പെടുന്ന എല്ലാ മേഖലകളിലും അത് വെറും നിന്നെ മാനസികമായി തകർക്കുന്ന, ശാരീരികമായി ഇല്ലാതാക്കുന്ന നിമിഷങ്ങളായി മാത്രം നീ കണ്ടാൽ മതി. പക്ഷെ അതിനേക്കാൾ ഉന്നതമായി ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നിന്നെ നിറഞ്ഞു നിൽക്കുമ്പോൾ നിന്നെ ആർക്കും തള്ളിക്കളയാൻ സാധിക്കില്ല. ദൈവം നിന്നെ കരുതുന്നവനും കാക്കുന്നവനുമാണ്. ആ ദൈവാശ്രയ ബോധം നിന്നിൽ രൂപപ്പെടാൻ കർത്താവ് യേശു മിശിഹായുടെ ഗത്സമൻ അനുഭവം നിനക്ക് ബലമേറട്ടെ. രക്തം വിയർക്കുന്ന അനുഭവം നിന്റെ ജീവിതത്തിലും ഉണ്ടാകും. ആ ജീവിതമാണ് നിന്നെ ദൈവം കാക്കുന്നു എന്ന് നിന്നെ ഓർമ്മിപ്പിക്കുന്ന നിമിഷം. ആയതിനാൽ ഈ 50 ദിനങ്ങളിൽ ഓരോ ദിവസവും നിന്നെ ചിന്തിപ്പിക്കട്ടെ, ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവം നിന്നെ ഉള്ളം കയ്യിൽ കരുതുന്നു. നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയും നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ് എന്ന് നിന്നെ ചിന്തിപ്പിക്കാൻ ഈ ദിവസം നിന്നെ അനുഗ്രഹമായി ഭവിക്കട്ടെ. ആമേൻ.